ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലെ പഴച്ചെടികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് മൂവാണ്ട മാവിൻ്റെ തൈയാണ്. ഇതിലൊരു കാ പിടിച്ചിട്ടുണ്ട്. ഇത് മൽഗോവ എന്ന് പറയുന്ന മാവിൻ്റെ വെറൈറ്റിയാണ്. നിറച്ചും തളിരുകൾ വന്നിട്ടുണ്ട്. ഇത് VNR എന്ന് പറയുന്ന പേര വെറൈറ്റിയാണ്. ഇത് ഡ്രമ്മിൽ നട്ടേക്കുന്ന അനാറിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിൽ നിറച്ചും കായകളും പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് അബിയു എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല. പിന്നെ ഇത് കോട്ടറുക്കോൺ എന്ന് പറയുന്ന മാവിൻ്റെ വെറൈറ്റിയാണ്. ഇതിലൊരു കാ പിടിച്ചിട്ടുണ്ട് ഇത്തവണ. ഇത് അൽഫോൻസ മാവിൻ്റെ തൈയാണ്. ഒരു ചെറിയ തൈ വാങ്ങി വെച്ചതാണ്. ഇതിലിപ്പം തളിരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് മുന്തിരി പേര എന്ന് പറയുന്ന ഒരു പേര വെറൈറ്റിയാണ്. നിറച്ചും കാ പിടിക്കുന്ന ഒരു പേര തൈ. ഇത് തായ് വസ്ത്ര എന്ന് പറയുന്ന ഒരു മാവിൻ്റെ വെറൈറ്റിയാണ്. ഇത് നേരത്തെ ഡ്രമ്മിലായിരുന്നിരുന്നത്. ഇപ്പം മണ്ണിലേക്ക് മാറ്റി നട്ടേക്കുക. ഇപ്പം തളിരുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ബാംഗ്ലൂർ IIHRൻ്റെ അർക്ക ഉദയ എന്ന് പറയുന്ന ഒരു മാവിൻ്റെ വെറൈറ്റിയാണ്. ഒരു ചെറിയ തൈ വാങ്ങി വെച്ചതാണ്. ഇത് ലെയർ ചെയ്ത ഒരു പേരറ്റ് തൈയാണ്, ഡ്രമ്മിൽ നട്ടത്. ഇത് ഹിമാപസന്ത് എന്ന് പറയുന്ന ഒരു മാവിൻ്റെ വെറൈറ്റിയാണ്. ഇതും ഡ്രമ്മിൽ നിന്ന് മാറ്റി നട്ടതാണ്. ഇത് മാംഗസ്റ്റിൻ്റെ തൈയാണ്. ഇതിപ്പോൾ നട്ടിട്ട് ഏകദേശം 4 വർഷമായി. പിന്നെ വന്നിട്ട് ഇതൊരു നീലം മാവിൻ്റെ തൈയാണ് കാണുന്നത്. ഇതും നട്ടിട്ട് അധികം നാളായിട്ടില്ല. ഇതിലിപ്പം 2 കാ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2 കാ പിടിച്ചിട്ടുണ്ട്. ഇപ്പം തൈയുടെ വളർച്ചയെ ബാധിക്കുമെന്നൊക്കെയാണ് പറയണത് ഇത് നിർത്തിയാൽ. പക്ഷെ എന്തായാലും കാണാനൊരു കൊതിക്ക് നിർത്തിയേക്കുക. ഇത് E35 എന്ന് പറയുന്ന റംബുട്ടാൻ വെറൈറ്റിയാണ്. പിന്നെ അതാ സീഡ്ലെസ് ലെമൺ, കുരുവില്ലാത്ത നാരകം. ഇതൊരു പേരത്തൈയുണ്ട്. അത് കാണുന്നത് ചെന്തങ്ങാണ്. ഇത് വിയറ്റ്നാം സൂപ്പർലി പ്ലാവാണ്. ഇത് നട്ടിട്ട് ഇപ്പോൾ ഏകദേശം 6 വർഷം പ്രായമായി. ഇതിലെപ്പോഴും തന്നെ ചക്ക ഉണ്ടാവാറുണ്ട്. എന്നാൽ വേനൽക്കാലത്ത് കിട്ടുന്ന ചക്കയ്ക്കാണ് നല്ല മധുരവും നല്ല ക്രിസ്പി ആയിട്ടുള്ള ചുളകളും ആയിരിക്കും. മഴക്കാലത്ത് വെള്ളം ഇറങ്ങിയിട്ട് മധുരം കുറവായിരിക്കും. എന്നാലും വേവിക്കാനുമൊക്കെ നല്ല ചുളകളാണ്. ഇത് തായ് 5 എന്ന് പറയുന്ന ഒരു പേര വെറൈറ്റിയാണ്. നിറയെ പൂത്തിരുന്നു. 3-4 കായ്കൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ചെറിയ ചട്ടിയിലായിരിക്കുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയാണ് ചട്ടിയിൽ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നത് കാണാനായിട്ട്. ഇത് കാലാപ്പാടി എന്ന് പറയുന്ന ഒരു മാവിൻ്റെ വെറൈറ്റിയാണ്. ഒരു ചെറിയ ചട്ടിയിലാണ് നിൽക്കുന്നത്. ഇത് സിന്ദൂര എന്ന് പറയുന്ന ഒരു മാവിൻ്റെ വെറൈറ്റിയാണ്. ഇതിലൊരു കാ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ചെറിയ ഗ്രോ ബാഗിലാട്ടോ നിൽക്കുന്നത്. ഇത് മൽഗോവ എന്ന് പറയുന്ന ഒരു മാവിൻ്റെ വെറൈറ്റിയാണ്. ഇത് തായ്ലൻഡ് ഓൾ സീസൺ മാവ. ഇതിലെപ്പോഴും തന്നെ പൂക്കാറുണ്ട്. കണ്ണിമാങ്ങകൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കാപിടുത്തം കുറവായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇതിൽ നിന്ന് 1-2 കായ്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര പിടിച്ചു കിട്ടുമെന്ന് നമുക്കറിയില്ല. നിറയെ പൂത്തിട്ടും കണ്ണിമാങ്ങ പിടിച്ചിട്ടും ഉണ്ട്. ഇതൊരു ചെറിയ ചട്ടിയിലാട്ടോ നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് തായ്ലൻഡ് കുള്ളമാവെന്ന് പറയും. നല്ല മധുരമുള്ള കായ്കൾ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ. പക്ഷേ ഒരു പോരായ്മ ഉള്ളത് സീഡ് വലിപ്പം കൂടുതലാണ്. ഇത് തായ്വാൻ പിങ്ക് ഗുവ എന്ന് പറയുന്ന ഒരു പേര വെറൈറ്റിയാണ്. ഹോം ഗ്രൗണ്ട് തൈ ഇത്. ഇതിലിപ്പം 3-4 കായ്കൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. 2-3 ഇപ്പോൾ വിളഞ്ഞ് നിൽക്കുക, പാകമായിട്ട് നിൽക്കുക. നല്ല മധുരവും ക്രിസ്പി ആയിട്ടുള്ള കായ്കളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേരയ്ക്ക വെറൈറ്റിയാണ്.
അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.